നമ്മൾ മനസ്സിലാക്കേണ്ടത് കഴിഞ്ഞ സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ കഴിഞ്ഞ 10 വർഷം ശ്രീനാരായണ പ്രസ്ഥാനങ്ങൾക്ക് അല്ലെങ്കിൽ ഇവിടുത്തെ ഈഴവ സമുദായത്തിന് കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്തിൽ നിന്ന് ലഭിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു ആനുകൂല്യം ചൂണ്ടിക്കാണിക്കുവാൻ നമുക്ക് സാധിക്കുകയില്ല. നമുക്ക് ഈ സർക്കാരിൻ്റെ കാലത്ത് നമ്മൾ നോക്കിയാൽ വെള്ളാപ്പള്ളി നടേശൻ സർക്കാരിൽ നിന്ന് നേടിയെടുത്തത് അദ്ദേഹത്തിൻ്റെ സ്വന്തം കാര്യങ്ങളെക്കുറിച്ചാണ് നേടിയെടുത്തിട്ടുള്ളത്. ആ കാര്യങ്ങളെന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാക്കേണ്ടത് കെ മഹേശൻ്റെ ആത്മഹത്യാക്കുറിപ്പിൽ അതിൽ നിന്നുള്ള അന്വേഷണം പിടിച്ചു നിർത്തുക, മൈക്രോ ഫിനാൻസ് അഴിമതി അന്വേഷണം പിടിച്ചു നിർത്തുക, ശാശ്വതീകാനന്ദ സ്വാമിയുടെ മരണത്തെക്കുറിച്ചുള്ള അന്വേഷണം അഴിമതി പിടിച്ചു നിർത്തുക, അതുപോലെ തന്നെ ഡിസ്ക്വാളിഫിക്കേഷനായിട്ടുള്ള കേസിൻ്റെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള അന്വേഷണം മരവിപ്പിക്കുക. ഇത്തരത്തിലുള്ള നിരവധി കേസുകളിൽ നിന്ന് പ്രതിയാക്കപ്പെടാതിരിക്കുവാനുള്ള ഒരു തന്ത്രമാണ് അവിടെ പ്രയോഗിക്കുന്നത്. നേരത്തെ ശ്രീമതി ഉഷാദേവി പറഞ്ഞതുപോലെ കോടതി തകിടം മറിഞ്ഞു എന്ന അന്വേഷണത്തിൻ്റെ ചില വിഷയങ്ങൾ ചെല്ലുമ്പോൾ കോടതികൾ പോലും തകിടം മറിയുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ടത് വെള്ളാപ്പള്ളി നടേശനെതിരെ നേരത്തെ ശ്രീമാൻ തുഷാർ വെള്ളാപ്പള്ളി കഴിഞ്ഞ ദിവസം ഇറക്കിയൊരു സ്റ്റേറ്റ്മെൻറ്റ് ഈ വിഷയത്തിലൊരു FIR പോലും ഇട്ടിട്ടില്ലെന്നാണ്. കഴിഞ്ഞ ദിവസമാണ് ഇതിൻ്റെ FIR സമൂഹ മാധ്യമങ്ങളിലൂടെ നമ്മളെല്ലാം കണ്ടതും. ആ FIR ആണ്. ഇതിനകത്ത് ഒന്നാം പ്രതി വെള്ളാപ്പള്ളി നടേശനും, രണ്ടാം പ്രതി അശോകനും, മൂന്നാം പ്രതി ഇദ്ദേഹവുമാണ്. പക്ഷേ സർക്കാർ എന്തുകൊണ്ട് എടുക്കുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ പിന്നിലാണ് അച്ഛനും മകനും 2 രാഷ്ട്രീയ ധ്രുവങ്ങളിൽ നിന്നുകൊണ്ട് നടത്തുന്ന ചില സെറ്റിൽമെൻറ്റുകളുടെ ഭാഗമാണ് ഇവിടെ നടക്കുന്നത്. നമ്മളിതിനെക്കുറിച്ച് വിശദമായിട്ടൊന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്കറിയാം എപ്പോഴൊക്കെ ഈ പിണറായി വിജയൻ ഗവൺമെൻറ്റിനെ എപ്പോഴൊക്കെയാണ് നമ്മുടെ ചില സമയങ്ങളിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും വീണ വിജയനുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളെ ഉയർത്തിക്കൊണ്ടുവരുന്ന ചില വിഷയങ്ങൾ ഇവിടെ പതിവുണ്ട്. അപ്പോൾ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെയും സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെയും നടുക്കിലുള്ളൊരു ബ്രിഡ്ജായി ഈ കുടുംബം മാറിക്കഴിഞ്ഞു. ഈ കുടുംബമാണ് തീരുമാനിക്കുന്നത് എവിടെയാണ് ED റെയ്ഡ് നടത്തേണ്ടത്, എവിടെയാണ് ആരെയാണ് ഭയപ്പെടുത്തേണ്ടത് എന്ന് ഇവർ തീരുമാനിച്ചു കഴിഞ്ഞാൽ അവർക്ക് കേരള ഗവൺമെൻറ്റിനെ നിലയ്ക്ക് നിർത്തുവാനും വേണ്ടി വന്നു കഴിഞ്ഞാൽ പല കാര്യങ്ങളിൽ ED റെയ്ഡ് നടത്തി പ്രതികളാക്കാനുമുള്ള ഒരു സംവിധാനം. ഞാൻ പെട്ടെന്ന് ഒരു കാര്യം ഇടപെട്ട് ചോദിക്കട്ടെ. അതായത് ഈ നിയന്ത്രണ രേഖ കേരളത്തിൽ UDF ഭരിക്കുമ്പോഴും നടക്കുന്നുണ്ടെന്നാണോ താങ്കൾ കരുതുന്നത്? അതുകൊണ്ടാണോ ആഭ്യന്തരമന്ത്രി ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നത്? അതെ, ഞാൻ അതിലേക്ക് കടന്നു വരാം. നമ്മൾ മനസ്സിലാക്കണം, കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഈ സർക്കാർ അധികാരത്തിലേക്ക് തുടർന്ന ദിവസം ശ്രീ പിണറായി വിജയൻ്റെ വീട്ടിലേക്ക് ഒരു റെയ്ഡ് നടന്നു. ആ ആരാണ് ഫാബ്രിക്കേറ്റ് ചെയ്തതെന്ന് നമ്മൾ മനസ്സിലാക്കണം. ആ റെയ്ഡ് വന്നതിൻ്റെ പിറ്റേന്ന് അവിടെ ചില വിഷയങ്ങളുണ്ടായി. ആ വിഷയങ്ങളെ മാറ്റി നിർത്തി അന്വേഷിച്ചാൽ പിറ്റേത്തെ സോഷ്യൽ മീഡിയകളിൽ നോക്കിയാൽ UDFലെ 4 മന്ത്രിമാരെ കുറിച്ചുള്ള ഒരു ചർച്ചയാണ് സോഷ്യൽ മീഡിയയിൽ BJP പ്ലാറ്റ്ഫോമുകളിലും SNDP യോഗത്തിൻ്റെ പ്ലാറ്റ്ഫോമുകളിലും ഉയർത്തിക്കൊണ്ടുവന്നത്. ആ ഉയർത്തിക്കൊണ്ടുവന്നതിന് ശേഷം നമുക്കറിയാം തുഷാർ വെള്ളാപ്പള്ളി മുഖ്യമന്ത്രിയെ കാണാൻ ചെല്ലുന്നു. അവിടെ ഒരു ജന്മദിന ഇതൊക്കെ പറഞ്ഞ് അദ്ദേഹം പോകുന്നു. തൊട്ടടുത്ത ദിവസങ്ങളിൽ നമ്മുടെ ആഭ്യന്തരമന്ത്രി ഒരു സന്ദർശനം ഏർപ്പാട് ചെയ്തുകൊണ്ട് SNDP യോഗത്തിൻ്റെ മുഴുവൻ നേതാക്കളെയും ഹരിപ്പാട് വിളിച്ചു വരുത്തി അദ്ദേഹം അങ്ങോട്ട് പോയി സന്ദർശിക്കുന്നു. അപ്പം എന്താണ് ആ സന്ദർശനത്തിൻ്റെ അടിസ്ഥാനത്തിൽ വളരെ നിസാരവൽക്കരിച്ച് സംസാരിച്ചു. നമ്മളതിനെ വളരെ നിസാരമായി കളഞ്ഞു. അപ്പം ഈ റെയ്ഡിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ ഉയർത്തിക്കൊണ്ടുവന്നത് UDFലെ മന്ത്രിമാരുടെ പേരുകളെ ഉയർത്തിക്കൊണ്ടുവന്ന് വില പേശുക എന്നുള്ള തന്ത്രമാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് കഴിഞ്ഞ ഒരുപാട് വർഷങ്ങളായി കേരള സമൂഹത്തിൽ നടക്കുന്നതാണ്. ഇത് തന്നെയാണ് കോടതികളിൽ മേൽ സ്വാധീനം, അന്വേഷണ ഉദ്യോഗസ്ഥരുടെ മേലും സ്വാധീനം ചുമത്തുന്നു. പണം ഉപയോഗിച്ച് ഇവർ എന്തും വിലയ്ക്ക് വാങ്ങുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.